സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ടയിൽ നടത്തിയ എന്റെ കേരളം പ്രദർശന വിപണനമേള സമാപിച്ചു. കലാപരിപാടികളോടെയാണ് 7 ദിവസം നീണ്ടുനിന്ന മേള അവസാനിച്ചത്. ജനപങ്കാളിത്തം കൊണ്ടും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന സ്റ്റാളുകൾ കൊണ്ടും ജനശ്രദ്ധ ആകർഷിച്ചതായിരുന്നു മേള. പാട്ടും ആരവവും മേളവുമായി പത്തനംതിട്ടയ്ക്ക് ആഘോഷരാവുകൾ സമ്മാനിച്ചാണ് എന്റെ കേരളം വിപണന പ്രദർശനമേള സമാപിക്കുന്നത്. പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ നടന്ന സമാപന സമ്മേളനത്തിൽ വലിയ ജനപങ്കാളിത്തം. മന്ത്രി വീണ ജോർജാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. പത്തനംതിട്ട ഒന്നിച്ചു നിന്ന വിസ്മയങ്ങൾ തീർക്കാൻ കഴിയുമെന്നുള്ളതിന്റെ തെളിവാണ് എന്റെ കേരളം പ്രദർശന വിപണന മേള. മേളയിലൂടെ സർക്കാർ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനായെന്ന് പ്രമോദ് നാരായണൻ MLA. ഏതൊരു ചടങ്ങും വിജയിക്കുന്നത് ജനങ്ങളെ നേരിടുമ്പോഴാണ്. സർക്കാരിൻ്റെ 4ാം വാർഷികത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പരിപാടി തുടങ്ങുമ്പോൾ ഒരു ഔദ്യോഗിക പരിപാടിയായിരുന്നു. പക്ഷേ ഇത് പത്തനംതിട്ടയിലെ എല്ലാ ജനങ്ങളുടെയും പ്രോഗ്രാമായി, അവരെല്ലാം പങ്കാളികളാകുന്ന ഉത്സവമായി, അവരുടെ ഒരുമയുടെ വലിയൊരു പ്രഖ്യാപനമായി മാറി എന്നതാണ് നമ്മൾ കണ്ടത്. ഒരു സവിശേഷത ഉണ്ടായിരുന്നത് ഇരമ്പിയെത്തിയ ജനക്കൂട്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് വൈകുന്നേരങ്ങളിലൊക്കെ മഴ പെയ്തു എങ്കിലും നടന്ന കലാപരിപാടികളിൽ എല്ലാം ജനങ്ങളെത്തി. കഴിഞ്ഞ 9 വർഷക്കാലം സർക്കാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് മേളയിലൂടെ ജനങ്ങളിലേക്ക് എത്തിയത്. വിവിധ സ്റ്റാളുകളിലൂടെയും സെമിനാറുകളിലൂടെയും ഇവ കൃത്യമായി ജനങ്ങളിലേക്കെത്തി. സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളുടെ അടയാളപ്പെടുത്തലുകൾ, കേരളത്തിന്റെ സമൂല മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പദ്ധതികൾ എന്നിവ ജനങ്ങൾക്ക് നേരിട്ട് കണ്ടറിയാനുള്ള വലിയ അവസരമാണ് എന്റെ കേരളം പ്രദർശനമേള ഒരുക്കിയത്. സർക്കാർ വകുപ്പുകളുടെയും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും 186 സ്റ്റാളുകളാണ് 17,000 ചതുരശ്ര അടി പവലിയനിൽ ഒരുക്കിയത്. വിവിധ സേനകളുടെ ഉപകരണങ്ങളും വിവിധ വകുപ്പുകളുടെ കണ്ടുപിടുത്തങ്ങളും മേളയുടെ ഭാഗമായി. പോലീസിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും സ്റ്റാളുകൾ പുതിയ അറിവാണ് ജനങ്ങൾക്ക് സമ്മാനിച്ചത്. ഏഴ് ദിവസം നീണ്ടുനിന്ന മേളയിൽ കലാപരിപാടികളായിരുന്നു പ്രധാന ആകർഷണം. ആടിയും പാടിയും രാത്രി ഏറെ വൈകിയും പത്തനംതിട്ട ആഘോഷങ്ങളുടെ ഭാഗമായി. മേളയിലേക്ക് ജനം ഒഴുകിയെത്തിയെന്ന് ജില്ലാ കലക്ടർ S. പ്രേംകൃഷ്ണ. കഴിഞ്ഞ 7 ദിവസം കൊണ്ട് ഏകദേശം 1.5 ലക്ഷത്തോളം ആളുകൾ ഇവിടെ വന്നുപോയി എന്നാണ് നമ്മൾ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പിന്നെ മാത്രമല്ല, ആളുകളെല്ലാം തന്നെ വളരെ ഒരു സന്തോഷത്തോടെയും താല്പര്യത്തോടും കൂടിയാണ് നമ്മളുടെ പല സ്റ്റാളുകളും സന്ദർശിച്ചത്. അപ്പോൾ ഞാൻ തന്നെ 1-2 തവണ വന്നപ്പോൾ, ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫയർഫോഴ്സിൻ്റെ സ്റ്റോള്, അവർ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് അതിൻ്റെ ആ കാര്യങ്ങൾ അതെല്ലാം കാണാൻ വേണ്ടി തന്നെ എന്ന് പറഞ്ഞാൽ വലിയൊരു ജനക്കൂട്ടമാണ് അതിൻ്റെ മുന്നിലുണ്ടായിരുന്നത്. കുടുംബശ്രീക്ക് തന്നെ ഈ ഒരു കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഏകദേശം 15 ലക്ഷം രൂപയുടെ വിറ്റുവരവ് ഉണ്ടായെന്നാണ് അറിയുന്നത്. കലാപരിപാടികൾക്കൊക്കെ കാണാൻ തന്നെ വലിയ ജനക്കൂട്ടമാണ് ഉണ്ടായിരുന്നത്. പലരും പറഞ്ഞത് പാർക്കിംഗ് ഇല്ലാത്തതിൻ്റെ ചെറിയൊരു അസൗകര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ട് മാത്രം പല ആൾക്കാരും മടങ്ങിപ്പോയില്ല. എന്നിട്ട് തന്നെ വളരെ വലിയൊരു ജനക്കൂട്ടവും പലർക്കും സീറ്റ് കിട്ടാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു പല പരിപാടികൾക്കും ഉണ്ടായിരുന്നു. വലിയ ജനപങ്കാളിത്തത്തോടെ വളരെ വിജയകരമായിട്ട് തന്നെയാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മേള അടിപൊളിയെന്ന് കാണാനെത്തിയവരുടെ അഭിപ്രായം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ വെക്കേഷനും ഒക്കെ അല്ലേ, അപ്പം ഞാനിപ്പോൾ മോനെ കൊണ്ട് ഇറങ്ങിയാണ്. പിള്ളേർക്കുള്ള ഫണ്ണായിട്ടുള്ള ഐറ്റംസ്, ഗെയിം സോണും പിന്നെ ബാക്കി എല്ലാ സ്റ്റാളെല്ലാം കൊള്ളാം. കുഴപ്പമില്ല, നല്ല അഭിപ്രായങ്ങൾ ആസ്വദിക്കാനുണ്ട്. കുട്ടികൾക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല ഗെയിംസ് ഉണ്ട്. മൊത്തത്തിൽ കൊള്ളാമായി. കാണാനുണ്ട്, വാങ്ങാനുണ്ട്, അനുഭവിക്കാനുണ്ട്, എല്ലാം ഉണ്ട്. കൊള്ളാം, സൂപ്പറാ.
എന്റെ കേരളം പ്രദർശന വിപണനമേള വലിയ വിജയമായിരുന്നുവെന്നാണ് സർക്കാരിന്റെ വിലയിരുത്തൽ. മേളയ്ക്ക് ജനപങ്കാളിത്തം ഉറപ്പാക്കാനായത് സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസം പകരുന്ന കാര്യം കൂടിയാണ്. 24 പത്തനംതിട്ട.